തീച്ചാമുണ്ടിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിട്ടില്ല എന്നല്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മൾ നമ്മുടെ നാടൊക്കെ വിട്ട് മാറി നിൽക്കുമ്പോഴായിരിക്കുമല്ലേ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭംഗി മനസ്സിലാകുന്നത്. അങ്ങനെ നാട് വിട്ട് മാറി നിന്നപ്പോഴാണ് എനിക്കും എൻ്റെ നാടിൻ്റെ തെയ്യം ഒക്കെ കാണണമെന്ന് ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരിൽ പുതിയ തെരുവിലുള്ള ശ്രീ പാറയിൽ തീച്ചാമുണ്ടി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കൂടുതലും 5 മണിക്കൊക്കെയാണ് തെയ്യം ഇറങ്ങാറ്. ഒരു 4 മണിക്കെങ്കിലും അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് നിൽക്കാനെങ്കിലും സ്ഥലം കിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തീച്ചാമുണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവുന്ന ഒന്നല്ല. അത് മാത്രമല്ല എല്ലാ വർഷവും ഉണ്ടാവണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ ഉണ്ടാവുന്നത് അപ്പോഴൊക്കെ അവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം ഒരുപാടാണ്. തെയ്യം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. പൊള്ളാതിരിക്കാനാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ ദേഹത്ത് പുരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ ഇട്ട വസ്ത്രം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകിൽ വെള്ളത്തിൽ നനച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് കൊണ്ട് നനച്ചതായിരിക്കാം. തീച്ചാമുണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടെ ഗുളികനും വയനാട്ട് കുലവനും തെയ്യത്തെ കാണാൻ വന്ന ഒരു ദൃശ്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. കോഴിയുടെ ബലിയർപ്പണത്തോടെയാണ് തീച്ചാമുണ്ടിയുടെ പുറപ്പാട്. തെയ്യം ഇറങ്ങാനാവുമ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പം നമ്മൾ മുന്നിൽ കാണുന്ന ഈ ഒരു കനലിലേക്കാണ് തെയ്യം ചാടാൻ പോകുന്നത് കേട്ടോ. തീച്ചാമുണ്ടി ആ കനലിലേക്ക് എടുത്ത് ചാടുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഒരു ഭയഭക്തിയോടെ അല്ലാതെ കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ചുട്ടു പൊള്ളുന്ന കനലിലേക്കാണ് ഈ തെയ്യം എടുത്ത് ചാടുന്നത്. തെയ്യമാണെങ്കിലും അത് കെട്ടിയിട്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിലും നല്ല ഭയം ഉണ്ടാകും, അതുപോലെ അതിശയം ഉണ്ടാകും. എങ്ങനെ സാധിക്കുന്നു എന്ന ഒരു അത്ഭുതം പോലെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നത്. 1-2 തവണയൊന്നും അല്ല കേട്ടോ അവർ ചാടുന്നത്, ഒരുപാട് തവണ ചാടുന്നുണ്ടായിരുന്നു. അതുപോലെ 100 തവണ ചാടിക്കഴിഞ്ഞാൽ എന്തോ വള കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പോയി കാണുക, ഭയഭക്തിയോടെ പോയി കാണുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.